പ്രിയപ്പെട്ട കുട്ടികളെ, ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് ഫോർമുല 2 ക്ലാസ്സിലായിട്ട് ഞാൻ തന്നിരുന്നു. നിങ്ങൾ ഫോർമുല വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം വരെയുള്ള ഫോർമുല കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പഠിപ്പിച്ച ഒന്നുകൂടെ പറഞ്ഞു തരുവാണ്. എൻ്റെ ഒപ്പം നിങ്ങൾ വായിക്കുക. എല്ലാ ദിവസവും 2 തവണ വെച്ച് തുടക്കം മുതൽ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. 7 പേജ് ഫോർമുല തീരുന്നത് വരെ. ഇൻ്റഗ്രേഷൻ ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിവൈഡേഴ്സ് ഓഫ് എഫ് ജി എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ജി എക്സ് ഡി എക്സ് ഈസ് ഇക്വൽ ടു എഫ് എക്സ്. ജി എക്സ് ഈസ് ഇൻ്റഗ്രാൻഡ് ഇൻ്റഗ്രൽ എഫ് ഡാഷ് എസ് ഡി എസ്. ഈ ജി എക്സിന് പകരം എഫ് ഡാഷ് എക്സ് എന്നും പറയാം, കാരണം ഡിവൈഡേഴ്സ് ഓഫ് എഫ് എക്സ് എഫ് ഡാഷ് എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ജി എക്സ് ഡി എക്സ് എന്ന് മാറ്റി ഇൻ്റഗ്രൽ എഫ് ഡാഷ് എസ് ഡി എസ് എന്ന് പറയാം. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? എഫ് എക്സ് ആണ്. പ്ലസ് സി. സി ഈസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. പ്ലസ് സി നമ്മൾ എല്ലാ ആൻസറിലും കൊടുക്കണം. ഇനി ഒരു സെറ്റ് ഫോർമുല ഇങ്ങനെ ഡിഫറൻഷ്യലും ഇൻ്റഗ്രലും വരുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 ഡി എക്സ് ആണ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് പ്ലസ് സി എന്നും പറയാം. ഡി ബൈ ഡി എക്സ് ലോഗസ് 1/x ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 1/s ds ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എസ് ഇ റൈസ് ടു എസ് പ്ലസ് സി. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസസ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ കോസസ് ഡി എക്സ് സൈൻ എസ് പ്ലസ് സി. ഡി ബൈ ഡി എക്സ് ഓഫ് കോസസ് മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ സൈൻ എസ് ഡി എസ് മൈനസ് കോസസ് പ്ലസ് സി. ഈ 2 വരെ എന്തിനാണെന്ന് വെച്ചാൽ ഒരേ സമയം സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യലും സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രലും പറഞ്ഞു പിടിക്കണം. സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ കോസ് എക്സ് ആണ്, സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസസ് ആണ് പ്ലസ് സി. കോസസിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ എക്സ് ആണ്, കോസസിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് സൈൻ എക്സ് ആണ് പ്ലസ് സി. ഇനി ഈ പറയുന്ന 4 ഫോർമുല ഒരുപോലത്തെ. ഡി ബൈ ഡി എസ് ടാൻ എക്സ് സി സ്ക്വയർ എക്സ്, ഇൻ്റഗ്രൽ സി സ്ക്വയർ എക്സ് ഡി എസ് ടാൻ എക്സ് പ്ലസ് സി. ഡി ബൈ ഡി എസ് കോട്ട് എക്സ് മൈനസ് കൊസി സ്ക്വയർ എക്സ്, ഇൻ്റഗ്രൽ കൊസി സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇങ്ങോട്ട് ഇട്ടാൽ മതി മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഡി ബൈ ഡി എസ് ഓഫ് സീക്കസ് ടാൻ എക്സ്, ഇൻ്റഗ്രൽ സീക്കസ് ടാൻ എക്സ് ഡി എക്സ് സീക്കസ് പ്ലസ് സി. ഡി ബൈ ഡി എസ് ഓഫ് കൊസിക്കസ് മൈനസ് കൊസിക്കസ് കോട്ടസ്, ഇൻ്റഗ്രൽ കൊസിക്കസ് കോട്ടസ് ഡി എക്സ് മൈനസ് കൊസിക്കസ് പ്ലസ് സി. ഇനി അടുത്ത സെറ്റ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. പക്ഷേ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1/n പ്ലസ് 1 പ്ലസ് സി. പവർ ഇവിടെ കൂടുവാണ്. ആ കൂടിയ പവർ കൊണ്ട് ഹരിക്കുവാണ്. എക്സ് റൈസ് ടു എൻ പ്ലസ് 1/n പ്ലസ് 1 പ്ലസ് സി. ഡി ബൈ ഡി എസ് ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ആണെങ്കിൽ ഇൻ്റഗ്രൽ എ റൈസ് ടു എക്സ് ഡി എക്സ് എ റൈസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി. ഇവിടെ ലോഗ് എ കൊണ്ട് ഗുണിക്കുന്നു, ഡിഫറൻസിയേഷനിൽ ഇൻ്റഗ്രേഷനിൽ ലോഗ് എ കൊണ്ട് ഹരിക്കുന്നു. ഇനി വേറെ 2 ഇൻ്റഗ്രൽ കെ എഫ് എക്സ് ഡി എക്സ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് എസ് ഡി എസ്. കെ ഈസ് കോൺസ്റ്റൻറ്റ്, കെ പുറത്തെടുത്താൽ മതി. ഇൻ്റഗ്രൽ എഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി എസ് ഡി എസ്, ഇൻ്റഗ്രൽ എഫ് എസ് ഡി എസ് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ ജി എക്സ് ഡി എക്സ്. 2 ഫംഗ്ഷൻ കൂട്ടുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു. അതിൻ്റെ ഇൻ്റഗ്രേഷൻ കാണാൻ ഓരോന്നിൻ്റെയും ഇൻ്റഗ്രൽ എടുത്ത് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. ഇനി അടുത്ത സെറ്റ്. ഇത്രയും ഫോർമുല. ഡി ബൈ ഡി എസ് ടാൻ എസ് സി സ്ക്വയർ എക്സ്, പക്ഷേ ഇൻ്റഗ്രൽ ടാൻ എസ് ഡി എക്സ് ലോഗ് മോഡ് സീക്കസ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് ലോഗ് മോഡ് കോസസ് പ്ലസ് സി. ഒന്നോടെ. ഡി ബൈ ഡി എസ് ടാൻ എക്സ് സി സ്ക്വയർ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ സി സ്ക്വയർ എക്സ് ആണ്, പക്ഷേ ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്കസ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് ലോഗ് മോഡ് കോസസ് പ്ലസ് സി. കോട്ടെക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് കൊസി സ്ക്വയർ എക്സ്, പക്ഷേ കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. സീക്കക്സിൻ്റെ ഡിഫറൻഷ്യൽ സീക്കസ് ടാൻ എക്സ്, പക്ഷേ സീക്കസിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്കസ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. കൊസിക് എക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് കൊസിക്കസ് കോട്ട് എക്സ്, പക്ഷേ കൊസിക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് കൊസിക്കസ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഒന്നുകൂടെ വായിച്ചേക്കാം.
ടാൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ സി സ്ക്വയർ എക്സ്, ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്കസ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് ലോഗ് മോഡ് കോസസ് പ്ലസ് സി, കോട്ടക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് കൊസി സ്ക്വയർ എക്സ്, കോട്ടക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി, സീക്കസിൻ്റെ ഡിഫറൻഷ്യൽ സീക്കസ് ടാനസ്, സീക്കസിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്കസ് പ്ലസ് ടാനസ് പ്ലസ് സി, കൊസിക് എക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് കൊസിക്കസ് കോട്ടസ്, കൊസിക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് കൊസിക്കസ് മൈനസ് കോട്ടസ് പ്ലസ് സി. ഇനിയുള്ള 3 ഫോർമുല. ഡി ബൈ ഡി ഇസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1/√1 മൈനസ് എസ് സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പോൾ ഇൻ്റഗ്രൽ 1/√1 മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഡി ബൈ ഡി ഇസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് 1/x(x²-1) ഇത് നിങ്ങൾ ഡിഫറൻസിയേഷനിൽ പഠിച്ചതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/x(x²-1) ഡി എക്സ് എന്താണ്? സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് കൊസിക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഡി ബൈ ഡി ഇസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1+s². അപ്പോൾ ഇൻ്റഗ്രൽ 1/1+s² ഡി എക്സ് എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഒന്നുകൂടെ, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1/√1 മൈനസ് എസ്² ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 1/√1 - എസ്² ഡി എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1/x((x²-1) ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 1/x((x²-1) ഡി എക്സ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് കോസിക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1/1+s² ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 1/1+s² ഡി എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇനി ഒരു 9 ഫോർമുല. ഇൻ്റഗ്രൽ 1/x² മൈനസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഇൻ്റഗ്രൽ 1/a² മൈനസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ 1/a² പ്ലസ് x² ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√x² മൈനസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് √(x² മൈനസ് a² പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√(a² മൈനസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√(a² പ്ലസ് x² ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് √(a² പ്ലസ് a² പ്ലസ് സി. അപ്പോൾ ഈ 3 ഫോർമുല ആദ്യം പറഞ്ഞ 3 ഫോർമുലയിൽ ഡിനോമിനേറ്റർ റൂട്ട് ഇട്ടതാണ്. ഒന്നോടെ ഇൻ്റഗ്രൽ 1/√(x² മൈനസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് √(x² മൈനസ് a² പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√(a² മൈനസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√(a² പ്ലസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് √(a² പ്ലസ് a² പ്ലസ് സി. ഇനി 1/ ഇല്ലാതെ 3 എണ്ണം. ഇൻ്റഗ്രൽ √(x² മൈനസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു x/2 √(x² മൈനസ് a². ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് a²/2 പിന്നെ ഇതും കൂടി ലോഗ് മോഡ് എക്സ് പ്ലസ് √(x² മൈനസ് a² പ്ലസ് സി. ഇൻ്റഗ്രൽ √(a² മൈനസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു x/2 ഈ റൂട്ട് തന്നെ √(a² മൈനസ് a². ഇത് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് a²/2 ഇതും കൂടി സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇൻ്റഗ്രൽ √(a² പ്ലസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു x/2 √(a² പ്ലസ് a² പ്ലസ് a²/2 ഇത് ലോഗ് മോഡ് എക്സ് പ്ലസ് √(a² പ്ലസ് a² പ്ലസ് സി. ഒന്നുകൂടെ വായിക്കാം. ഇൻ്റഗ്രൽ √(x² മൈനസ് a² ഡി എക്സ് ഈസ് ഈക്വൽ ടു x/2 √(x² മൈനസ് a²
minus a square by 2 log mod x plus root of x square minus a square plus a integral root of a square minus s square dx is equal to x by 2 root of a square minus a square plus a square by 2 sin inverse x by a plus a integral root of a square plus s square dx is equal to s by 2 root of a square plus s square plus a square by 2 log mod x plus root of a square plus s square plus c. മൂന്നാമത്തെ പേജും കൂടി കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇൻ്റഗ്രൽ 1 ഡി എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് പ്ലസ് സി ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് 2 by 3 x raised to 3 by 2 plus c integral 1 by root x ds 2 root x plus c integral 1 by x square dx minus 1 by x plus c integral log s dx x log s minus x plus c integral mod s dx x mod x by 2 plus c. ഒന്നോടെ ഇൻ്റഗ്രൽ 1 ഡി എസ് ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് പ്ലസ് സി ഇൻ്റഗ്രൽ എക്സ് ഡി എസ് എസ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എസ് എസ് ക്യൂബ് ബൈ 3 പ്ലസ് സി ഇൻ്റഗ്രൽ റൂട്ട് എസ് ഡി എസ് 2 by 3 എക്സ് റേസ് ടു 3 by 2 പ്ലസ് സി ഇൻ്റഗ്രൽ 1 by റൂട്ട് എസ് ഡി എസ് 2 റൂട്ട് എക്സ് പ്ലസ് സി ഇൻ്റഗ്രൽ 1 by എക്സ് സ്ക്വയർ ഡി എസ് മൈനസ് 1 by എക്സ് പ്ലസ് സി integral log s dx x log s minus x plus c integral mod s dx x mod s by 2 plus c. ഇനി ഇൻ്റഗ്രേഷൻ്റെ മെത്തേഡ്സ് 3 രീതിയിലാണ്. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ, യൂസിങ് ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻ്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ടി എടുക്കുകയാണ് മെയിനായിട്ട്. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ, അതായത് ഡിഫറൻസിയേഷനിലെ കോഷ്യൻ്റ് റൂളിന് തുല്യമായിട്ട് വരുന്നത് ഹരണത്തിന് ഉപയോഗിക്കുന്നത്. ഇത് ഡിഫറൻസിയേഷനിലെ പ്രൊഡക്റ്റ് റൂളിന് പകരമായിട്ട് ഇൻ്റഗ്രേഷൻ പ്രൊഡക്റ്റിന് വരുമ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇനി അത്ര അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലെല്ലാം ക്യാപിറ്റൽ എക്സ് ആയിട്ട് പരിഗണിച്ചാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. നമുക്ക് സൈൻ എക്സിനാണ് ഇൻ്റഗ്രൽ ഫോർമുല ഉള്ളത്. ആ എക്സിൻ്റെ സ്ഥാനത്ത് വേറൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വരുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ് ആയിട്ട് മാറ്റും. ഇങ്ങനെ എഴുതി വട്ടം വരയ്ക്കും പേപ്പറിൽ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ സൈൻ ക്യാപിറ്റൽ എക്സ് ഡി എക്സ് എന്ന് വായിക്കും. സൈൻ ക്യാപിറ്റൽ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയും. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണല്ലോ. അത് ഓർക്കാൻ എന്നാ പറയുക, ഡിഫറൻഷ്യൽ ആദ്യം പറയണമെന്ന് ഞാൻ പറഞ്ഞു. സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ കോസസ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസസ്. അപ്പോൾ സൈൻ ക്യാപിറ്റൽ എക്സ് എന്ന് ക്വസ്റ്റിനെ മാറ്റി വായിച്ച് ചിരിക്കുക നമ്മൾ. അപ്പോൾ സൈൻ ക്യാപിറ്റൽ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് 2s + t നമ്മൾ എഴുതണം. എന്ത് ക്യാപിറ്റൽ എക്സ് ആയിട്ട് എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യൽ, ഇതിൻ്റെ ഡിഫറൻഷ്യൽ 2 × 1 + 0 2 ആണ്. അതുകൊണ്ട് മൊത്തത്തിൽ ഹരിക്കണം. അങ്ങനെ വരുമ്പോൾ -1/2 cos 2s + t ആൻസർ കിട്ടി. ഈ ഹരിക്കാനെടുത്തത് ഡിഫറൻഷ്യൽ ഓഫ് ക്യാപിറ്റൽ എക്സ് ആണെന്നാണ് ഈ എഴുതിയേക്കുന്നത്. ഈ താഴെ വന്നത് 2 × 1 + 0 എന്താണ് ഡിഫറൻഷ്യൽ ഓഫ് ക്യാപിറ്റൽ എക്സ്. ചുരുക്കി പറഞ്ഞാൽ ഇൻ്റഗ്രൽ സ്മോൾ എഫ് എസ് ഡി എസ് ക്യാപിറ്റൽ എഫ് എക്സ് പ്ലസ് സി ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എ എസ് പ്ലസ് ബി ഡി എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ എസ് പ്ലസ് ബി എന്ന് വന്നിട്ട് ഈ എ എസ് പ്ലസ് ബിയുടെ ഡിഫറൻഷ്യൽ എ കൊണ്ട് ഹരിച്ചു. 1/a ക്യാപിറ്റൽ എഫ് ഓഫ് എ എസ് പ്ലസ് ബി പ്ലസ് സി എന്ന് വരും. അന്നേരം സ്മോൾ എഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് എക്സ് പ്ലസ് സി ആയതുകൊണ്ട് സ്മോൾ എഫ് ഓഫ് എ എസ് പ്ലസ് ബിയുടെ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എ എസ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഈ എ എസ് പ്ലസ് ബിയുടെ ഡിഫറൻഷ്യൽ a × 1 + 0 അതായത് a കൊണ്ട് ഈ മൊത്തം ആൻസറിനെ ഹരിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ 1/a ക്യാപിറ്റൽ എഫ് ഓഫ് എ എസ് പ്ലസ് ബി പ്ലസ് സി. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരുവാണ്. ഇൻ്റഗ്രൽ e⁻tan 1x/1 + s² dx. നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം t ആയിട്ട് നമ്മൾ എടുത്താൽ നമ്മൾ എടുക്കുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം രണ്ട് സൈഡും. അങ്ങനെ ഡിഫറൻസിയേഷൻ കൂടി ചെയ്യുമ്പോൾ ഈ ഡി എക്സ് ഉൾപ്പെടെ കുറേ ഭാഗങ്ങളെ മാറ്റി ഡി ടി എന്ന് കൊടുക്കാൻ പറ്റുക കൂടി ചെയ്താൽ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴിയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുള്ളൂ.
നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എസ് ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് എന്ന ക്വസ്റ്റ്യനിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ 1/1 പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് 1dt. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ 1/1 പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് അത്രയും മാറി നമുക്ക് ഡി ടി എന്ന് കൊടുക്കാമെന്ന് മനസ്സിലായി. പിന്നെ ഇത് ഇ റേസ് ടു ടി എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി ഡി ടി എന്ന വളരെ ചെറുതായിട്ട് മാറുന്നു. ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി ഡി ടി എന്താണ്? ഇ റേസ് ടു ടി പ്ലസ് സി. അങ്ങനെ ടിയിൽ ക്വസ്റ്റ്യൻ ചെറുതാക്കി കൊണ്ടുവന്ന ആൻസർ ടിയിൽ എഴുതിയിട്ട് പിന്നെ എന്താണോ ടി അത് മാറ്റി എക്സിലേക്ക് വയ്ക്കുന്നു. ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ടി. അപ്പോൾ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് ആൻസർ ആക്കുന്നു. അതാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ സൈഡ് എക്സും ഈ സൈഡ് ടിയിലും ആയതുകൊണ്ട് ഇവിടെ ഡി എക്സ് എഴുതുക, അവിടെ ഡി ടി എഴുതുക, അത്രയേ ഉള്ളൂ. 1/1 പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് ഈസ് ഇക്വൽ ടു ടിയുടെ ഡിഫറൻഷ്യൽ 1 ഡി ടി. അപ്പോൾ ഞാൻ 1 എഴുതിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എഴുതാതിരിക്കാം. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് എസ് ഡി എസ് ലോഗ് മോഡ് എഫ് എക്സ് പ്ലസ് സി. ഇതെന്തിനാന്ന് വെച്ചാൽ താഴെ കിടക്കുന്നതിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വന്നാൽ ലോഗ് മോഡ് താഴത്തെ പ്ലസ് സി എന്നാണ് ഇൻ്റഗ്രേഷൻ്റെ ആൻസർ. താഴെ റൂട്ടിനകത്ത് കിടക്കുന്നതിൻ്റെ ഡിഫറൻഷ്യൽ മോളിൽ വന്നാൽ എഫ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ മോളിൽ വന്നാൽ ആ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ 2 റൂട്ട് എഫ് എക്സ് പ്ലസ് സി. ഈ രണ്ട് ഫോർമുല പഠിച്ചു വെച്ചാൽ പല കണക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് എസ് ഡി എസ് ലോഗ് മോഡ് എഫ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് എക്സ് ഡി എസ് 2 റൂട്ട് എഫ് എക്സ് പ്ലസ് സി. ഇത് കണ്ടോ? ഇൻ്റഗ്രൽ കോസ് എക്സ് ബൈ സൈനസ് ഡി എസ് താഴത്തിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വന്നപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. താഴെ റൂട്ട് 2s² ആണ്. ആ റൂട്ടിനകത്ത് കിടക്കുന്ന 2s² ഡിഫറൻഷ്യലാണ് ഈ മോളിൽ വന്നേക്കണം 4x. അപ്പോൾ ഇൻ്റഗ്രൽ 4x ബൈ റൂട്ട് ഓഫ് 2s² ഡി എക്സിൻ്റെ ആൻസർ 2 റൂട്ട് 2s² പ്ലസ് സി. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്. നിങ്ങൾ എൻ്റെ ഒപ്പം 2 തവണ വീതം വായിച്ച് നിങ്ങൾ തറവാക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ 1/2 ഡിഗ്രി, ഇൻ്റഗ്രൽ 1 റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇതും കൂടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് തെറ്റിട്ടേക്കുന്നത്. ഇൻ്റഗ്രൽസ് ഓഫ് ദി ഫോം ഈ രണ്ടെണ്ണം. ഇത് 1/2 ഡിഗ്രി ഇൻ്റഗ്രേഷൻ എങ്ങനെ ചെയ്യും, 1 റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വന്നാൽ എങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യും. ഒരു ഉദാഹരണം വഴി അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇൻ്റഗ്രൽ 1/2 x² പ്ലസ് 12s പ്ലസ് 4 ds ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് ഈ ടൈപ്പ് ഒന്ന് ഓർമ്മ വേണം. ഇൻ്റഗ്രൽ 1/2 ഡിഗ്രി ഇവിടെ 5 വന്നെങ്കിൽ 5 പുറത്തേക്ക് എടുത്ത് ഇൻ്റഗ്രൽ 1/2 ഡിഗ്രി എന്ന രൂപത്തിൽ തന്നെ ആ ക്വസ്റ്റ്യനെ നമ്മൾ കൊണ്ടുവരും. ഇനി ഈ സെക്കൻഡ് ഡിഗ്രി സൈഡിലേക്ക് എടുത്തെഴുതി 2s² പ്ലസ് 12s പ്ലസ് 4 എന്ന കാര്യം എടുത്തെഴുതി അതിനെ ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരണം. ഈ രൂപത്തിലേക്ക് കൊണ്ടുവരണം. 2x² കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ഒന്ന് വരത്തക്ക ഇതാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ 2 പുറത്തെടുത്താൽ മതി. പിന്നെ അകത്ത് എന്ത് വരും? s² പ്ലസ് 6x പ്ലസ് 2 ഇൻറ്റു നിങ്ങൾക്കറിയാം ഈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 6 ആണ്. അതിൻ്റെ പകുതി പോസിറ്റീവ് 3 ഇട്ടാണ് ഹോൾ² ഉണ്ടാക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കുക. അത് +6 ആണെങ്കിൽ അതിൻ്റെ പകുതി +3. ഇത് -6 ആണെങ്കിൽ അതിൻ്റെ പകുതി -3 ഇട്ട് നമുക്കിങ്ങനെ ഹോൾ² ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ +6 ആയതുകൊണ്ട് അതിൻ്റെ പകുതി +3 ഇട്ട് x + 3 ഹോൾ². അതാണ് അവിടെ വരുന്ന സ്ക്വയർ. ഇത് a+b² വെച്ച് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞാൽ x² പ്ലസ് 6x 2ab ടേം ഏതാ? ഈ 3 കൂടെ ഗുണിക്കണത് 6x പ്ലസ് 9 ആണ് വരുന്നതെന്ന് അറിയാം. 9 അല്ല ഇവിടെ കിടക്കണേ, അത് മനസ്സിലായി. +9 ഈ രണ്ട് ടേം ശരിയായി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു ടേം +9 വരും. അത് നമുക്ക് വേണ്ട. ഇതാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ വന്ന +9 -9 ഇട്ട് കളയണം. പകരം നമുക്ക് വേണ്ട +2 അവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രശ്നം തീർന്നു. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ആദ്യം s² കോയിഫിഷ്യൻ്റ് പുറത്തെടുത്ത് വെക്കണം. അതിനുശേഷം എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ചിഹ്നത്തോടുകൂടി വായിക്കുക. +6 എങ്കിൽ അതിൻ്റെ പകുതി +2 എടുത്ത് ഹോൾ² ഉണ്ടാക്കുക. അപ്പോൾ ഈ രണ്ട് ടേം ശരിയാകും.
ഇവിടെ വരുന്ന മൂന്നാമത്തെ ടേം ബി സ്ക്വയർ ടേം 9 എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്തതുകൊണ്ട് അത് -9 ഇട്ട് കളയുക, പകരം നമുക്ക് വേണ്ട +2 ഇടുക. അപ്പോൾ 2 × x+3² -7 വരും. 2 × s+3² -7നെ √7² എഴുതാം. ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 1/, ആയിട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫോർമുലയായിട്ട് ഇനി സാമ്യമുണ്ട്. ഇൻ്റഗ്രൽ 1/x² - a² dx. നിങ്ങൾ ഓർക്കണില്ലേ, ഈ രണ്ടാമത്തെ പേജിൽ നമ്മളിങ്ങനെ 9 ഫോർമുല പഠിച്ചതിലേ കിടക്കുന്ന ഫോർമുല. ഇൻ്റഗ്രൽ 1/s² ഇൻ്റഗ്രൽ 1/s² - a² dx ഈസ് ഇക്വൽ ടു 1/2a log mod x - a/s + a + c. അപ്പം അങ്ങനെ ആ ഫോർമുല ഉപയോഗിച്ച് ഇതിൻ്റെ ആൻസർ എഴുതാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മളിങ്ങനെ സെക്കൻഡ് ഡിഗ്രി മാത്രം സൈഡിൽ എഴുതി സ്ക്വയറിൻ്റെ രൂപത്തിൽ പ്ലസ് ഇട്ടോ, ഇടയ്ക്ക് പ്ലസ് ഇട്ടോ, ഇടയ്ക്ക് മൈനസ് ഇട്ടോ, രണ്ട് സ്ക്വയറുകളുടെ രൂപത്തിൽ ഇടയ്ക്ക് മൈനസോ പ്ലസ്സോ എന്ത് വേണമെങ്കിലും വരാം. അതിനൊക്കെയുള്ള ഫോർമുല നമുക്ക് ഈ ടൈപ്പ് ഉണ്ട്. അങ്ങനെ ആക്കി വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. അപ്പോൾ 1/2, ഈ 2 ആണ് പുറത്തേക്ക് മാറ്റിയത്. 1/2 × 1/x+3² -√7² dx. ഇത്ര എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ഇൻ്റഗ്രാൻഡ് ഈ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പിന്നെ കഴിഞ്ഞ പേജിൽ പഠിച്ചു, ഏത് ഫസ്റ്റ് ഡിഗ്രി ഫോർമുലയുടെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്ത് വേറൊരു ഫസ്റ്റ് ഡിഗ്രി കയറി വന്നാൽ അത് ക്യാപിറ്റൽ എക്സ് പരിഗണിക്കണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എക്സ് ആയിട്ട് s+3 എടുക്കുകയാണെന്ന് എഴുതി വട്ടം വരയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഈ 1/2 എല്ലാ സ്റ്റെപ്പിലും ഇങ്ങനെ പുറത്ത് കിടക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇൻ്റഗ്രൽ 1/X² - √7² dx. ഇൻ്റഗ്രൽ 1/X² - √7² dx. അപ്പോൾ ഇൻ്റഗ്രൽ 1/S² - a² dx 1/2a, ഇത് കണ്ടോ 1/2a. ആ എയുടെ സ്ഥാനത്ത് തന്നെ √7, എയുടെ സ്ഥാനത്ത് √7/2a log mod ക്യാപിറ്റൽ x² - a² എന്നാണ് വായിച്ചത്. ഇൻ്റഗ്രൽ 1/X² - a². അപ്പോൾ 1/2a log mod ക്യാപിറ്റൽ x - a/S + a എന്നാണ് പറയാവുള്ളൂ. ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ എക്സ് ഇട്ട് വായിച്ചതുകൊണ്ട് ഉത്തരവും ക്യാപിറ്റൽ എക്സ് ഇട്ട് തന്നെ പറയണം. അപ്പോൾ 1/2a log mod ക്യാപിറ്റൽ എക്സ് മൈനസ് എ. ക്യാപിറ്റൽ എക്സ് എന്ന് ഒരിക്കലും എഴുതില്ല, പറയുമ്പോൾ s+t എന്ന് എഴുതണം. ക്യാപിറ്റൽ എക്സ് മൈനസ് എ ബൈ ക്യാപിറ്റൽ എക്സ് പ്ലസ് എ. ഇനി മൊത്തത്തിൽ എന്തുകൊണ്ട് ഹരിക്കണം? എന്താണോ ക്യാപിറ്റൽ എക്സ് അതിൻ്റെ ഡിഫറൻഷ്യലായ 1, ഇതിൻ്റെ ഡിഫറൻഷ്യൽ 1 ആണ്, അതുകൊണ്ട് ഹരിച്ചു. പ്ലസ് സി 1 ആണെങ്കിൽ പോലും ഹരിക്കുന്നതായിട്ട് കാണിക്കണം. പല കണക്കിലും 1 അല്ലാത്ത ഡിഫറൻഷ്യൽ വരും. അന്നേരം നമ്മൾ അതങ്ങനെ ചെയ്ത് ശീലിച്ചില്ലെങ്കിൽ വിട്ടുപോകും. എന്താണോ ക്യാപിറ്റൽ എക്സ് അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് മൊത്തത്തിൽ ഹരിച്ചാണ് ഈ കാണുന്നത്, പ്ലസ് സി. അങ്ങനെ നമുക്ക് 1/4√7 log mod x+t - √7/s + t + √7 + c എന്ന് ആൻസർ കിട്ടുന്ന കണ്ടോ. ഇതാണ് ഇൻ്റഗ്രൽ 1/2 ഡിഗ്രി ചെയ്യുന്ന രീതി. ഇനി ഇൻ്റഗ്രൽ 1/√നകത്ത് സെക്കൻഡ് ഡിഗ്രി ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല. ഇതിന് കാരണം റൂട്ടിനകത്താണ്, ഇതുപോലെ തന്നെ ആയതുകൊണ്ടാണത്. റൂട്ടിനകത്താണ് ഈ സെക്കൻഡ് ഡിഗ്രി കിടക്കണമെങ്കിൽ ഈ ടൈപ്പാണ്, ഈ രണ്ടാമത്തെ ടൈപ്പാണ്. റൂട്ടിനകത്ത് കിടന്നാലും കിടന്നില്ലെങ്കിലും നമ്മൾ ഇത് മാത്രം പുറത്തെടുത്താണ് ഇങ്ങനെ സ്ക്വയറിൻ്റെ രൂപം കൊണ്ടുവരുന്നത്. രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ കൊണ്ടുവരും. ആദ്യം ചെയ്യേണ്ടത് s² കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ആക്കുവാണ്. അങ്ങനെയൊക്കെ ചെയ്തിങ്ങനെ കൊണ്ടുവരും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കണക്ക് ഈ ടൈപ്പിൽ വരുമ്പോൾ ഈ ഡിനോമിനേറ്റർ റൂട്ടുണ്ട്. അപ്പോൾ ഇത് റൂട്ടിനകത്ത് വരുമെന്നേ ഉള്ളൂ, ഇത് റൂട്ടിനകത്ത് വരും. റൂട്ടിനകത്ത് വന്നാലും 1/√2 പുറത്തെടുത്തിട്ട് പിന്നെയുള്ളത് റൂട്ടിൽ കിടക്കുമ്പോൾ ഏത് ഫോർമുലയാണ്? ഇൻ്റഗ്രൽ 1/√നകത്ത് s² - a² dx. അങ്ങനെ ഒരു ഫോർമുല നമ്മൾ രണ്ടാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ 1/√നകത്ത് s² - a² dx. ഇത് കണ്ടോ, log mod x + √s² - a² + c. ആ ഫോർമുല വെച്ച് നമ്മൾ ആൻസർ എഴുതും. അത് മാത്രമേ ഉള്ളൂ. log mod x² - log mod x + √x² - a² + c. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ ഈ ടൈപ്പ് പോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി ഇങ്ങോട്ടെടുത്ത് രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ, ഇവിടെ സമ്മോ ഡിഫറൻസോ എന്തും വരാം, ആ രീതിയിൽ മാറ്റിയെടുത്ത് വെച്ച ശേഷം നമ്മുടെ ആ 9 ഫോർമുലയിൽ ഏത് ഫോർമുലയാണെന്ന് നോക്കിയെടുത്ത് അത് വെച്ച് നമ്മൾ ക്യാപിറ്റൽ എക്സ് പരിഗണിച്ച് ആൻസർ എഴുതുകയാണ് ചെയ്യണത്. 1 സെക്കൻഡ് ഡിഗ്രി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, 1 റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, അതാണ് ഇവിടെ പഠിച്ചത്. അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ സെക്കൻഡ് ഡിഗ്രി മാത്രം എടുത്ത് സൈഡിലേക്ക് എഴുതി എസ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ആക്കി വെച്ചുകൊണ്ട് രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ, ഇതാണ് ഒരു സ്ക്വയർ ഇതാണ് ഒരു സ്ക്വയർ, സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ മാറ്റിയെടുത്ത് വെച്ച ശേഷം അതിങ്ങോട്ട് എഴുതിയിട്ട് നമുക്കിതിന് യോജിച്ച ഫോർമുല ഏതാണ് 9 എണ്ണത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതി വെച്ചിട്ട് ക്യാപിറ്റൽ എക്സ് പരിഗണിച്ച് നമ്മൾ ആൻസർ എഴുതണം. എന്ത് ക്യാപിറ്റൽ എക്സ് എടുക്കുന്നോ അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കുകയും അങ്ങോട്ട് ചെയ്യണം. വേറെ ഒരു കാര്യം ഇവിടെ ഇല്ല. റൂട്ടിനകത്ത് 1 റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വന്നാലും റൂട്ട് മൈൻഡ് ചെയ്യാതെ സെക്കൻഡ് ഡിഗ്രി മാത്രം എടുത്താണ് ഈ രൂപം ഉണ്ടാക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് എഴുതുമ്പോൾ നമുക്ക് റൂട്ടുണ്ട്, രണ്ടിന് റൂട്ട് വരും, ഇവിടെ റൂട്ട് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ഫോർമുല 1 റൂട്ടുള്ള ഫോർമുലയുണ്ട്, അത് എഴുതി വെച്ച് അവിടെയും ക്യാപിറ്റൽ എക്സ് പരിഗണിച്ച് ഉത്തരം എഴുതി ക്യാപിറ്റൽ എക്സ് ആയിട്ട് കരുതിയതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിച്ച് ഉത്തരം എഴുതി വയ്ക്കും, അല്ലാതെ വേറെ യാതൊന്നും ഇല്ല. ഇനി രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ എങ്ങനെ മാറ്റിയത് ഒന്ന് ശ്രദ്ധിക്കുക. എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ആകത്തക്ക വിധം 2 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 2 ആണ് 2 ഇൻറ്റു, ഇനി എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് +6 ആയതുകൊണ്ട് അതിൻ്റെ പകുതി +3 വെച്ചാണ് ഹോൾ സ്ക്വയർ ഉണ്ടാക്കേണ്ടത്. ഇനി എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -6 ആയിരുന്നെങ്കിൽ -3 വെച്ചാണ് ഹോൾ സ്ക്വയർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ x+3 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിട്ട് ആദ്യത്തെ 2 ടേം ഇത് തന്നെയായിരിക്കും, ശരിയായി കിട്ടും. മൂന്നാമത്തെ ടേം വ്യത്യാസം കാണും, അതിനെ നമുക്ക് ഒഴിവാക്കാം, വേണ്ട മൂന്നാമത്തെ ടേം ഇട്ട് കൊടുക്കാം. അപ്പോൾ x+3 ഹോൾ സ്ക്വയർ ഇവിടെ വരുന്നത് x² + 6x +9 ആണ്. +9 -9 ഇട്ട് കളഞ്ഞു, +2 വന്നിട്ട് കൊടുത്തു. അപ്പോൾ 2 × s+t ഹോൾ സ്ക്വയർ -7, 2 × s+t ഹോൾ സ്ക്വയർ -√7². ഇനി മോളിൽ ഫസ്റ്റ് ഡിഗ്രി താഴെ സെക്കൻഡ് ഡിഗ്രി വരുന്ന ഇൻ്ററേഷൻ എങ്ങനെ ചെയ്യും? ഇച്ചിരി മുമ്പ് പഠിച്ചത് മോളിൽ കോൺസ്റ്റൻ്റ് താഴെ സെക്കൻഡ് ഡിഗ്രിയാണ്. മോളിൽ കോൺസ്റ്റൻ്റ് താഴെ സെക്കൻഡ്, ഇവിടെ 10 വന്നാലും 10 പുറത്തെടുത്ത് 1 സെക്കൻഡ് ഡിഗ്രി ആക്കില്ലേ. അപ്പം മോളിൽ കോൺസ്റ്റൻ്റ് താഴെ സെക്കൻഡ് ഡിഗ്രിയാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ മോളിൽ ഫസ്റ്റ് ഡിഗ്രി താഴെ സെക്കൻഡ് ഡിഗ്രി, മോളിൽ ഫസ്റ്റ് ഡിഗ്രി താഴെ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി, ഇത് രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് പഠിക്കും. അതിനൊറ്റ കാര്യമേ പഠിക്കാനുള്ളൂ. ലെറ്റ് ഫസ്റ്റ് ഡിഗ്രി സമം ക്യാപിറ്റൽ A ഇൻറ്റു d/dx സെക്കൻഡ് ഡിഗ്രി പ്ലസ് b എന്നങ്ങ് എഴുതണം. ഇത് എഴുതിയിട്ട് എയും ബിയും കണ്ടുപിടിക്കണം, വേറെ യാതൊന്നുമില്ല. പിന്നെ നമുക്ക് ഇൻ്ററേഷൻ നേരത്തെ പഠിച്ചാൽ ഏതെങ്കിലും ഫോർമുല വെച്ചോ കാര്യങ്ങൾ വെച്ചോ നമ്മളങ്ങ് ചെയ്തോളും. എക്സ് പ്ലസ് ഈ ന്യൂമറേറ്റർ PS + Q = ക്യാപിറ്റൽ A ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് b. ഇത് വന്നാൽ ഈ റൂട്ടിൽ വന്നാലും ഒരു വ്യത്യാസവും ഇല്ല, റൂട്ടൊന്നും പരിഗണിക്കുകയല്ല, ഇങ്ങനെ തന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ PS + Q = A ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻഷ്യൽ പറഞ്ഞേ A ഇൻറ്റു 2x, അതായത് 2ax പ്ലസ് b ഇൻറ്റു 1, അതായത് b + 0 ഒന്ന് എഴുതണ്ടല്ലോ, പ്ലസ് b. ഇനി ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആൻഡ് കോൺസ്റ്റൻറ്റ് ടേംസ് ഓൺ ബോത്ത് സൈഡ്സ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് രണ്ട് സൈഡും തുല്യപ്പെടുത്തിക്കേ. 2 ക്യാപിറ്റൽ A സ്മോൾ a സമം p എന്ന് കിട്ടുന്നത് കണ്ടോ, അതിൽ നമുക്ക് ക്യാപിറ്റൽ A കണ്ടുപിടിക്കാൻ പറ്റും. കോൺസ്റ്റൻറ്റേയും തുല്യപ്പെടുത്തിക്കേ. ക്യാപിറ്റൽ A ഇൻറ്റു b പ്ലസ് ക്യാപിറ്റൽ B സമം q. അപ്പോൾ ഈ ക്യാപിറ്റൽ Aയുടെ വില കിട്ടിയതാണ്, അപ്പോൾ ക്യാപിറ്റൽ Bയുടെ വില കണ്ടുപിടിക്കും. അപ്പോൾ ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആൻഡ് കോൺസ്റ്റൻറ്റ് ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് വി ക്യാൻ ഫൈൻഡ് A ആൻഡ് B. പ്രോബ്ലം വരുമ്പോൾ ഇതൊക്കെ വെറും നിസ്സാര. രണ്ട് കാര്യങ്ങൾ ഈക്വലായിട്ട് കിടന്നാൽ രണ്ട് സൈഡിലെയും എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആണ്, രണ്ട് സൈഡിലെയും കോൺസ്റ്റൻറ്റേയും സെയിം ആണ്. അങ്ങനത്തെ കാര്യം വെച്ച് നമ്മൾ ക്യാപിറ്റൽ Aയും B എടുക്കുന്നത്രേ ഉള്ളൂ. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ PS + Q /a² + bs + c dx സമം നമുക്ക് ഈ PS + Qന് പകരം എന്നാ കിട്ടിയ ഇൻ്റഗ്രൽ കണക്ക് വരുമ്പോൾ എക്ക് കൃത്യം വില ബിക്ക് കൃത്യം വിലയാണ്. ഇവിടെ ജനറലായിട്ട് എ തന്നെ ഇടുന്നു. A ഇൻറ്റു 2as + b + b /a² + bs + c dx എന്ന് മാറ്റി എഴുതിയിട്ട് ഇത് രണ്ടാക്കി തിരിക്കും. അപ്പോൾ എ പുറത്തെടുത്ത് ഇൻ്റഗ്രൽ 2as + b ഡിനോമിനേറ്റർ dx പ്ലസ്
ബി പുറത്തെടുത്ത് 1/2 ഡിഗ്രി 1 ആ ഡിനോമിനേറ്റർ ഇൻ്റഗ്രൽ ഡി എക്സ് അങ്ങനെ രണ്ടാക്കി തിരിക്കും. നമ്മൾ നോക്കി ഇത്രയും കാര്യങ്ങൾ ബൈ ഡിനോമിനേറ്റർ പ്ലസ് ഇത് ബൈ ഡിനോമിനേറ്റർ അങ്ങനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് തിരിക്കും. ഇൻ്റഗ്രൽ തിരിക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ഓരോന്നിലും പുറത്തെടുക്കുകയും ചെയ്യും. അപ്പോൾ എ ഇൻറ്റു ഇൻ്റഗ്രൽ 2ax പ്ലസ് ബി ബൈ a² പ്ലസ് ബി എസ് പ്ലസ് സി ഡി എക്സ് പ്ലസ് ബി പുറത്തെടുത്ത് ഇൻ്റഗ്രൽ 1/a² പ്ലസ് ബി എസ് പ്ലസ് സി ഡി എക്സ് വിച്ച് ക്യാൻ ബി ഇൻ്റഗ്രേറ്റഡ് എന്ന് വെച്ചാൽ താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വരുന്ന ഇൻ്റഗ്രേഷനായത് a² ഡിഫറൻഷ്യൽ 2ax പ്ലസ് ബി എക്സിൻ്റെ ഡിഫറൻഷ്യൽ ബി പ്ലസ് സിയുടെ ഡിഫറൻഷ്യൽ 0 താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വരുമ്പോൾ ലോഗ് മോഡ് താഴത്തെ നല്ല ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ അതോടുകൂടി ഇത്രയും ഭാഗം തീരും. പ്ലസ് ബി ഇൻറ്റു 1/2 ഡിഗ്രി അതല്ലേ ഇച്ചിരി മുമ്പ് പഠിച്ചത് 1/2 ഡിഗ്രി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ മൊത്തം ആൻസറും എഴുതി തീർക്കുന്നു. ഇനി ഇൻ്റഗ്രൽ പി എസ് പ്ലസ് ക്യൂ ബൈ റൂട്ടിനകത്ത് 2 ഡിഗ്രി വന്നാലും ഇതുപോലെ തന്നെ ലെറ്റ് ന്യൂമറേറ്റർ സമം ക്യാപിറ്റൽ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് a² പ്ലസ് ബി എസ് പ്ലസ് സി പ്ലസ് ബി എന്ന് തന്നെ എഴുതണേ, റൂട്ട് ഇടില്ല. എന്നിട്ട് പി എസ് പ്ലസ് ക്യൂവിന് പകരം ഈ രൂപത്തിലൊരു കാര്യം കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് എഴുതി വയ്ക്കും, അത്രയേ ഉള്ളൂ. താഴെ റൂട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഈ ക്വസ്റ്റ്യനിൽ. ഇവിടെ റൂട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ ഇവിടെയും റൂട്ടുണ്ട്, അപ്പോൾ ഇവിടെയും റൂട്ട് വരും, ഇവിടെയും റൂട്ട് വരും, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവൽ എന്നാ താഴെ റൂട്ടിനകത്ത് കിടക്കുന്നതിൻ്റെ ഡിഫറൻഷ്യൽ മോളിൽ വരുമ്പോൾ 2 റൂട്ട് താഴത്തെ നല്ലേ പഠിച്ചേക്കുന്നത്, അങ്ങനെ ആ ഇൻ്റഗ്രൽ എഴുതാം. പ്ലസ് ബി ഇൻറ്റു 1/റൂട്ടിനകത്ത് 2 ഡിഗ്രി വരുന്നു. 1/റൂട്ടിനകത്ത് 2 ഡിഗ്രി ഈ പഠിച്ച രീതിയിൽ നമ്മൾ അങ്ങ് ചെയ്തു വയ്ക്കും. അങ്ങനെ ഫസ്റ്റ് ഡിഗ്രി ബൈ 2 ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി ബൈ റൂട്ടിനകത്ത് 2 ഡിഗ്രി വരുന്ന രണ്ട് ഇൻ്റഗ്രലും നമുക്ക് വെറും നിസ്സാരമായിട്ട് ചെയ്യാം. ഇവിടെ ആകെപ്പാടെ ഓർത്തിരിക്കേണ്ടത് ന്യൂമറേറ്റർ സമം ക്യാപിറ്റൽ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്ന് എടുക്കണം എന്നാണ്. ന്യൂമറേറ്റർ സമം ക്യാപിറ്റൽ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്ന് എടുക്കണം എന്നാണ്. എന്നിട്ട് പറഞ്ഞേ ന്യൂമറേറ്റർ ആ ഫസ്റ്റ് ഡിഗ്രി സമം ക്യാപിറ്റൽ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ആ ഡിനോമിനേറ്റർ ആ 2 ഡിഗ്രി പ്ലസ് ബി എന്ന് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ന്യൂമറേറ്ററിന് ഈ രീതിയിലൊരു രൂപം കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ ന്യൂമറേറ്ററിന് പകരം ആ രൂപമാണ് ഇടുന്നത്. അങ്ങനെ ആ രൂപം ഇട്ടാൽ പിന്നെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും എന്നാണ് ഈ കണക്കിൽ നമ്മൾ കണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. തുടക്കം മുതൽ ഫോർമുല 2 തവണ വായിക്കുക. ഞാൻ ആകെപ്പാടെ ഇന്ന് ഈ 2 കാര്യങ്ങളെ പറഞ്ഞോളൂ, ബാക്കി തുടക്കം മുതലുള്ള ഫോർമുല വായിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വെറും നിസ്സാരമാണ്, നിങ്ങളിത് വിഷമമായിട്ട് കരുതരുത്. 1/2 ഡിഗ്രി 1/റൂട്ടിനകത്ത് 2 ഡിഗ്രി 2 ഡിഗ്രിയെ മാറ്റി വെച്ച് ഷേപ്പ് മാറ്റിയെടുക്കുക. ആദ്യം ഇവിടെ കൊണ്ട് ഇടുക, പറ്റിയ ഫോർമുല 9 എണ്ണത്തിൽ നിന്ന് തപ്പിയെടുക്കുക, ക്യാപിറ്റൽ എക്സ് പരിഗണിക്കുക, അത് വെച്ച് ഉത്തരം എഴുതുക. എന്ത് ക്യാപിറ്റൽ എക്സ് എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കുക. ഇതെല്ലാം പണ്ട് പഠിപ്പിച്ചേക്കണ കാര്യം. 1/റൂട്ടിനകത്ത് വന്നാലും റൂട്ടൊന്നും ഇടാതെ 2 ഡിഗ്രിക്ക് ഷേപ്പ് മാറ്റുക. ഇങ്ങോട്ട് എഴുതുമ്പോൾ അത് റൂട്ടിൽ എഴുതണം. അതിന് തന്നെ ഡിനോമിനേറ്റർ റൂട്ടുള്ള ഫോർമുല ഉണ്ട് നമുക്ക്. അത് വെച്ച് ക്യാപിറ്റൽ എക്സ് പരിഗണിച്ച് ഉത്തരം എഴുതുക. മോളിൽ ഫസ്റ്റ് ഡിഗ്രി താഴെ 2 ഡിഗ്രി, മോളിൽ ഫസ്റ്റ് ഡിഗ്രി താഴെ റൂട്ടിനകത്ത് 2 ഡിഗ്രി, ലെറ്റ് ഫസ്റ്റ് ഡിഗ്രി സമം ക്യാപിറ്റൽ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 2 ഡിഗ്രി പ്ലസ് ബി എന്ന രൂപത്തിൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്തു വരുമ്പോൾ ക്യാപിറ്റൽ എയും ബിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഫസ്റ്റ് ഡിഗ്രി ന്യൂമറേറ്ററിൽ കിടക്കുന്ന സാധനത്തിന് വേറൊരു രൂപം വരുത്തി അതാണ് ഇവിടെ എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ന്യൂമറേറ്ററിന് പകരം അങ്ങനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് പിന്നെ ഈ ഇൻ്റഗ്രേഷൻ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ വന്നാൽ അത് തന്നെ ഇതേ കാര്യം തന്നെയാണ്. ഈ ഡിനോമിനേറ്റർ റൂട്ട് വരുമെന്നല്ലേ ഉള്ളൂ, വന്നോട്ടെ, എല്ലായിടത്തും ഡിനോമിനേറ്റർ റൂട്ട് വന്നോട്ടെ. നമുക്ക് അതിന് പറ്റിയ ഫോർമുലകളുണ്ട്, ഒരു മാറ്റവും ഇല്ല. ഇതുപോലെ തന്നെ പോന്നാൽ മതി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.